പുറപ്പെട്ടവരെ, ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഇന്ന് വിവിധ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനുമായിട്ട് അമേരിക്കയും ഇസ്രായേലും എല്ലാം യുദ്ധം ചെയ്യുന്നു. ഇറാൻ ഏകദേശം എല്ലാ രാജ്യങ്ങളെയും അറ്റാക്ക് ചെയ്യുന്നു. ചുറ്റുവട്ടുള്ള കുവൈറ്റ്, ഒമാൻ, സൗദി അറേബ്യ, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ അറ്റാക്ക് ചെയ്തു. ഇറാനോട് മാനസികമായി സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് റഷ്യയും ചൈനയും എല്ലാം. അങ്ങനെ കുറെ രാജ്യം. ഇത് കുറച്ച് ഇപ്പൊ യുദ്ധം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഭാവിയിൽ ഇതെല്ലാം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കും. കുറച്ച് കഴിയും. ഈ നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോഴേക്ക് തന്നെ നടക്കും. അങ്ങനെ ഇവിടെ ആറ്റം ബോംബുകളും ഹൈഡ്രജൻ ബോംബുകളൊക്കെ എതിരാളികളുടെ മേൽ പ്രയോഗിക്കും. അങ്ങനെ കൊട്ടാരങ്ങളിൽ താമസിക്കുന്നവർക്ക് ഒരു സെക്കൻഡ് കൊണ്ട് പിച്ചക്കാരായി എല്ലാം നശിപ്പിക്കും. എതിരാളികളുടെ നാശത്തിൽ പരസ്പരം എതിരാളികളെ കണ്ട് പരസ്പരം ഏറ്റുമുട്ടി ആ എതിരാളികളുടെ നാശത്തിൽ പരസ്പരം സന്തോഷം കണ്ടെത്തും. പരസ്പരം എതിരാളികളായി ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ, കാണാത്ത ആൾക്കാർ, കാണാത്ത രാജ്യങ്ങൾ, അവിടെയുള്ള ആൾക്കാരെ എതിരാളികൾ. എന്തുകൊണ്ടാണ്? അതിലുള്ള ഫാക്ട് ഉണ്ട്. പല ജാതി മതവിഭാഗങ്ങളായി തിരിഞ്ഞു നിന്ന് അറ്റാക്ക് ചെയ്യും. അല്ലെങ്കിൽ ഇന്ന സ്ഥലം ഇന്ത്യയാണ്, ഞങ്ങളുടേതാണ്, അല്ലെങ്കിൽ ഇന്ന വർഗത്തിന് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ അറ്റാക്ക് ആക്രമിക്കും. ഞാനിന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഈ മനുഷ്യനെ എന്തുകൊണ്ട് നിർമ്മിച്ചേക്കുന്നു? അവരെ ആക്ച്വലായിട്ട് വല്ല വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓരോ മനുഷ്യനും വല്ല ശ്രേഷ്ഠതയുണ്ട് വേറെ മനുഷ്യനെ അപേക്ഷിച്ച്? ആ കാര്യത്തെ ഭഗവത്ഗീത പറയുന്നത് അന്നാത്ഭവന്തി ഭൂതാനി പർജന്യാ തന്നെ സംഭവ എന്നിട്ട് ശ്ലോകം. ഈ ജീവികൾ മുഴുവൻ അന്നത്തിനുണ്ട്. അന്നം പറഞ്ഞ ആഹാരം അല്ലേ? അച്ഛന്റെ ശരീരത്തില് ബീജമായി വരുന്നത് കഴിച്ച ആഹാരത്തിനാണ്. തക്കാളി, ഉരുളക്കിഴങ്ങും പൊറോട്ടയും മൈദമാവും എന്തൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങൾ, കോഴിയിറച്ചിയും ആട്ടിറച്ചിയും, അങ്ങനെ പല സ്ഥലങ്ങളിൽ പല ആഹാരങ്ങളാണ്. കോഴിമുട്ടയും നേന്ത്രപ്പഴവും കുബൂസും സമൂസയും മുട്ടായിയും ചോക്ലേറ്റും എല്ലാം ഈ ബീജത്തിൽ ഉണ്ടാകുന്ന അത് എന്തിനൊക്കെയാണ് അത് വരുന്നത്, എന്തൊക്കെ രാസപദാർത്ഥം ഉണ്ട് അതുള്ളത് പല ആഹാരത്തിനും സ്വീകരിക്കുന്നത്. അങ്ങനെ ഈ ബീജം ഉണ്ടാകും. അമ്മയുടെ ശരീരത്തിൽ അണ്ടം ഉണ്ടാകുന്നത് കഴിച്ച ആഹാരത്തിനാണ്, അതിന്റെ അന്തരീക്ഷത്തിന് പൊട്ടി വിളിച്ചു വരികയല്ല. ബീജം അണ്ടമൊക്കെ ഉണ്ടാകുന്നത് ആഹാരത്തിന്. അതാണ് അന്നാദ്ഭവന്തി ഭൂതാനി പറയുന്നത്. അത് ഈ അന്നത്തിന് പൊറോട്ടയ്ക്ക്, ചില്ലി ചിക്കനും തക്കാളിക്ക്, ഉരുളക്കിഴങ്ങും ജാതിയും മതമൊന്നുമില്ല. പക്ഷെ ഇത് രണ്ടും കൂടി യോജിച്ച്, ഒരു ബീജവും ഒരു അണ്ടവും കൂടി യോജിച്ച് അതിങ്ങനെ ഒരു കോശമായി, പിന്നെ അതങ്ങനെ 50 ട്രില്യൺ കോശങ്ങളായി വളർന്നു വരുന്നു, ഒരാളായി മാറും. ഈ കല്യാണം കഴിഞ്ഞ അച്ഛനും അമ്മയും യോജിപ്പിക്കുന്നത് തന്നെ അച്ഛന്റെ ശരീരത്തിൽ നിന്ന് കോടാനു കൂടി ബീജങ്ങൾ ജീവന് വേണ്ടിയിട്ട് ഈ അണ്ടത്തിന്റെ അടുത്തേക്ക് നിന്നിട്ട് അതിൽ ഒരു ബീജം മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ. ബാക്കി എല്ലാം അവിടെ നിന്ന് മരിച്ചു. ഒരു 5-6 ദിവസം കൊണ്ട് മരിച്ചു വീഴുകയാണ്. ഈ അമ്മയുടെ ശരീരത്തിന് ഏകദേശം 4 ലക്ഷം എത്ര കണ്ടോ അവർ ജീവകാലത്തായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ഇതായി പോകുന്നു, വെളിയിൽ പുറത്തു തള്ളി പോകുന്നു. ഈ ഒരെണ്ണം മാത്രം യോജിച്ച് ഒരു പ്രാവശ്യം ഒരു കുട്ടികളുണ്ടാവുന്ന ഒരു ബീജവും ഒരു അണ്ടം കൂടി യോജിക്കും. ബാക്കിയുള്ളവരും കൂടെ മരിച്ചു പോകും.
ബാക്കിയുള്ള ബീജങ്ങൾ മുഴുവൻ. അത് ആഹാരത്തിനുണ്ടായത്. അങ്ങനെ ആഹാരത്തിന് തന്നെ അങ്ങനെ ഒരു കോശം വളർന്നു, ഒരു ബീജം കൂടി ചേർന്ന് ആ പിന്നെ കഴിക്കുന്ന ആഹാരത്തിന് തന്നെയാണ് അവരുടെ ശരീരം നല്ല സുഖകുസിക്കാരെ പോലെ വളർന്നു വരുന്നത്. വളർന്ന് വലുതായി വരുന്നു. ഒരു 50 വയസ്സാകുമ്പോൾ 70 കിലോ ആയിട്ടോ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ, അല്ലെങ്കിൽ കുറവ്. അപ്പൊ ഇയാളുടെ ശരീരം എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു വെച്ചാൽ ആഹാരത്തിന് ഉണ്ടാകും. ഈ ശരീരം വിശ്വസിച്ച് കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച ശരീരം. എന്താ പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. അതാണ് പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതം കൊണ്ട് നിർമ്മിച്ച. അല്ലെങ്കിൽ ഈ രാസപദാർത്ഥങ്ങളായി തിരിച്ചാൽ ഒരു 70 കിലോ ഉള്ള ഒരാളുടെ ശരീരം അത് രാസപദാർത്ഥങ്ങളായി തിരിച്ചാൽ അയാളുടെ ശരീരത്തിൽ 43 കിലോ ഓക്സിജനാണ്, 16 കിലോ കാർബണാണ്, 7 കിലോ ഹൈഡ്രജനാണ്, 1800 ഗ്രാം നൈട്രജനാണ്, 1200 ഗ്രാം കാൽസ്യം, 140 ഗ്രാം സൾഫറാണ്, 110 ഗ്രാം പൊട്ടാസ്യം, സോഡിയം 100 ഗ്രാം, ക്ലോറിൻ 95 ഗ്രാം, മഗ്നീഷ്യം 25 ഗ്രാം, അയൺ 4 ഗ്രാം, സിങ്ക് 2.3 ഗ്രാം, സിലിക്കൺ 1 ഗ്രാം. ഇയാള് ജനിച്ചു മുതൽ മരിച്ചു വരെ 50 ടണ്ണോളം ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് പല മലമായിട്ടും മൂത്രമായിട്ടും വായുവായിട്ടും ഒക്കെ വിസർജിച്ചു പോകുന്നു, കഫമായിട്ടും. ഇത് ശരീരത്തിലെ ഓരോ സ്രവങ്ങളായിട്ട് ബീജം, അണ്ഡം, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ വിസർജിച്ചു പോകുന്നുണ്ട്. വിയർപ്പ്, അതുപോലെ ഇത് വായുവിൽ വരുന്ന തുപ്പല്, പല പല കാര്യങ്ങളായിട്ട് വിസർജിച്ചു പോകുന്നു. കുറെ ഭാഗം എനർജി ആയിട്ട് പോകും. ആ എനർജിയാണ് ജോലി ചെയ്യുന്നത്. ഇത്രയും രാസപദാർത്ഥങ്ങളുണ്ട്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും സൃഷ്ടിച്ചിരിക്കുന്ന ഇതൊക്കെ സാധനങ്ങളുണ്ടാണ്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ സാധനങ്ങൾ കൊണ്ടാണ്, ഒരേ രാസപദാർത്ഥങ്ങൾ കൊണ്ടാണ്, ഒരേ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. പക്ഷെ ദേഹം ഉണ്ടായി കഴിഞ്ഞാൽ, കുറച്ച് വലുതായി കഴിഞ്ഞാൽ, ഒരു കുട്ടികളായി കഴിയുമ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക നടക്കും. കോട്ടിയും ബോളും ക്രിക്കറ്റ് ഇതൊക്കെ പോയിട്ട് കളിച്ചു. ഒരു കൗമാരൊക്കെ ആയി കഴിഞ്ഞ് ലവ് ലെറ്റർ എഴുതണം. കുറച്ച് ആദർശശാലിയൊക്കെ ആയിട്ട് അഭിനയിക്കും. എന്തൊക്കെ ആദർശശാലിയായിട്ട്. ആ യൗവനാവുന്നതോറും വളർന്നു വരുന്നതോറും ആ ആദർശമൊക്കെ ഇങ്ങനെ കുറച്ച് പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 കുട്ടികളും എല്ലാം അവർക്ക് തന്നെ വേണം. കണ്ടില്ലേ, ഭാര്യമാർക്കും മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ അവർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എല്ലാം ഭാര്യയ്ക്ക് വേണം, മക്കൾക്ക് വേണം, മരുമക്കൾക്ക് വേണം. എല്ലാ സ്വത്തും മുതലും എല്ലാം ലോകത്തെ. ഒരു 50 വയസ്സാകുമ്പോഴേക്കും ഒരു കുംഭ പോലെയൊക്കെ വരും. വയറ് നോക്കി നമുക്ക് വയസ്സ് പറയാം. അത് കഴിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ കുട്ടികളെ പോലെ വളർന്നു വരും, ഒരു ഭീമസേനായി മാറും. പിന്നെ വീണ്ടും കുട്ടികളെ പോലെ മുട്ടിക്കാലി കിടന്ന് കഴിയാൻ തുടങ്ങും. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ കൂശിയിട്ട് കഴിഞ്ഞാൽ ഒരു 14.5 കിലോ അസ്ഥി കൂടുണ്ടാവും. ദഹിപ്പിച്ച 2.5 കിലോ ഭസ്മം ഉണ്ടാവും. ഇതിനിടയ്ക്ക് ഈ മാംസപിണ്ഡം കുറച്ച് എത്ര വെയിറ്റുള്ള 20 കിലോ, 30 കിലോ, 50 കിലോ, 60 കിലോ, 70 കിലോ ഈ മാംസപിണ്ഡം ലോകത്തെ നേരാക്കാൻ നടക്കും. ഈ ലോകം നന്നാകുന്നുണ്ടോ ചോദിച്ചാൽ ഒരിക്കലില്ല, കേടുവന്നുകൊണ്ടേയിരിക്കും. 1985 ഉണ്ടായിരുന്ന ലോകമല്ല എന്നുള്ളൂ 2026. അതിനേക്കാൾ ഏറ്റവും മോശമായി. പണ്ട് കുറച്ച് സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് തീരെ
ഇല്ലാണ്ടായി. പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും? അതെ, കുറെ ആൾക്കാര് ഞങ്ങൾ ശ്രേഷ്ഠനായിട്ട് നടക്കും, ഞങ്ങൾ വെളുത്ത വർഗ്ഗക്കാർ ശ്രേഷ്ഠന്മാര്, കറുത്തവര് മോശക്കാര്. ആണ് എഴുത്തച്ഛൻ പറഞ്ഞത്. ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കണ്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം. ആഢ്യോഹം എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രേഷ്ഠനാണ്, നരേന്ദ്രൻ ഞാൻ രാജാവാണ്, ഞാൻ ബ്രാഹ്മണനാണ്, അത് ഞാൻ എന്തെങ്കിലും ശ്രേഷ്ഠനാണ്, മറ്റുള്ളവരെക്കാളെ ഭയങ്കര സംഭവം. ഇങ്ങനെയൊക്കെ അങ്ങിങ്ങ് എന്നിട്ട് ഇത് കാണിക്കും, അങ്ങിങ്ങ് കാണിച്ചു, ആക്ട് കാണിച്ചു. ഒരു വസ്തുതയും ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരെയും നിർമ്മിച്ചിരിക്കുന്ന ഒരേ സംഭവം കൊണ്ടാണ്, ഒരേ രാസപദാർത്ഥങ്ങൾ കൊണ്ടാണ്, ഒരേ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. ഇല്ല, നിറത്തിനും ഇതിലൊക്കെ വ്യത്യാസമുണ്ട് ഈ രാസപദാർത്ഥങ്ങളുടെ കോമ്പിനേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ കാലാവസ്ഥയുടെ ഇതനുസരിച്ച്. പക്ഷെ എല്ലാ മനുഷ്യരും ഒന്നും. പക്ഷെ കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞാൽ ജനിച്ചു വീണ മുതൽ കരയാൻ തുടങ്ങുന്നു, അത് വേണം ഇത് വേണം എന്നിട്ട് കരയുന്നു. കുറെ കഴിയുമ്പോൾ ലോകം നന്നാക്കുന്നത്. അപ്പൊ ഈ ലോകത്തിന്റെ പ്രോബ്ലം, ഈ ലോകം നന്നാക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സൃഷ്ടിക്കുന്നത്. കോടിക്കണക്കിന് പേരെ കൊന്ന പ്രസ്ഥാനങ്ങൾ, കോടിക്കണക്കിന്. നിങ്ങൾ AI സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. 2.25 കോടി ആൾക്കാരെ കൊന്ന പ്രസ്ഥാനങ്ങളുണ്ട് ഒരു രാജ്യത്ത്. 3 കോടി ആൾക്കാരെ കൊന്ന ഒരു രാജ്യത്ത് കൊന്ന പ്രസ്ഥാനങ്ങളുണ്ട്. ഒരേ പ്രസ്ഥാനങ്ങൾ. ലോകത്ത് നന്നാക്കുക എന്നുള്ള അവരുടെ ഉദ്ദേശം. അവസാനം അവരുടെ കയ്യിൽ അധികാരം വന്നു കഴിഞ്ഞാൽ കൊന്നൊടുക്കുന്നു, കൂടെയുള്ളവരെ തന്നെ കൊന്നൊടുക്കുന്നു, സ്വന്തം സഹോദരന്മാരെ തന്നെ കൊന്നൊടുക്കുന്നു. ലോകത്ത് നന്നാക്കുക എന്നുള്ളതാണ്. അതാണ് ടോൾസ്റ്റോയ് പറഞ്ഞത്, എവരി വൺ തിങ്സ് ഓഫ് ചേഞ്ചിങ് ഇൻ ദ വേൾഡ്, നോ വൺ തിങ്സ് ഓഫ് ചേഞ്ചിങ് ഹിംസെൽഫ്. എല്ലാവരും ലോകത്ത് നന്നാക്കാൻ നടക്കുന്നു, ആര് സ്വയം നന്നാകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് തന്നെയാണ് ഈ ലോകത്തിന്റെ പ്രോബ്ലം. ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറയുന്നത് തന്നെയാണ്, ഉദ്ധരേ ആത്മനാത്മാനം ന ആത്മാനം അവസാദി. നിങ്ങൾ നിങ്ങളെ നന്നാക്കി, സ്വയം നന്നാവും. നിങ്ങൾ ഹെൽത്തായിട്ടും ധനപരമായിട്ടും എല്ലാം, പിന്നെ അറിവിന്റെ അടിസ്ഥാനത്തിലും സ്വയം നന്നാവുക. എല്ലാ തരത്തിലും ശക്തരാകും, ആരോഗ്യപരമായി, ധനപരമായി, അറിവിന്റെ ഇതിൽ, എല്ലാ തരത്തിലും നമ്മൾ. അതേപോലെ വൈകാരികമായ സമചിത്തത, എല്ലാത്തിലും പെർഫെക്റ്റ് ആയിട്ട് മാറും. അത് നമ്മൾ ചെയ്യേണ്ടത്. അതിന് വരെ എല്ലാവരും ലോകത്ത് നന്നാക്കാൻ. ഈ ലോകത്തിന്റെ പ്രോബ്ലം ഇനി യുദ്ധങ്ങളുണ്ടാവും. എന്തിനാ യുദ്ധം? ചില സ്ഥലങ്ങളുടെ പേരിൽ. 600, 700, 800 കോടി ജനങ്ങളുടെ ഇവിടെ, അവർക്കുള്ള ആഹാരത്തിന് ഷോർട്ടേജ് ഈ ലോകത്തുണ്ടാവും? ഒരിക്കലും ഇല്ല. എല്ലാവർക്കും ഉള്ള ആഹാരം ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് അണിയാനുള്ള ആഭരണങ്ങളുടെ കുറവുണ്ട്, സ്വർണത്തിന് കുറവുണ്ടോ? ഒരിക്കലും ഇല്ല. ഇഷ്ടം പോലെ സ്വർണ്ണമുണ്ട്, ഡയമണ്ട് ഇട്ട് വേണമെങ്കിൽ. അവർക്കുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാനുള്ള സാധനങ്ങളില്ലേ, ഫൈബറിന്റെ ഗ്ലാസുകളും എന്തൊക്കെ സാധനം കൊണ്ടുള്ള വാഹനം ഉണ്ടാക്കുക, ഇരുമ്പിന്റെ, അതിന് കുറവുണ്ട്? അതുമില്ല. സ്ഥലത്തിന് കുറവുണ്ടോ? ഒന്ന് സഞ്ചരിച്ചാൽ കാണാൻ സാധിക്കും, ബഹുഭൂരിപക്ഷ സ്ഥലവും വെറുതെ കിടക്കുന്നു, ഉപയോഗിക്കാതെ കിടക്കുക. പക്ഷെ സ്ഥലത്തിന്റെ പേരിൽ വെട്ടും കുത്തുന്നു, ആദർശത്തിന്റെ പേരിൽ വെട്ടും കുത്തുന്നു. ഇതിപ്പോ ഇപ്പൊ മാത്രമല്ല നടക്കുക. നമ്മളെ മരണശേഷം ഒരു 500 കൊല്ലം കഴിഞ്ഞാലും ആൾക്കാർ പല കാരണത്തിന്റെ പേരിൽ വെട്ടും കുത്തും, പരസ്പരം കൊല്ലും, സഹോദരന്മാരെ കൊല്ലും, അണുബോംബ് പ്രയോഗിക്കും, എല്ലാം ചെയ്യും. 500, 1000 കൊല്ലം കഴിഞ്ഞാലും ഇതെല്ലാം നടക്കും. ഈ ഘട്ടത്തിൽ, ഇങ്ങനത്തെ ഉള്ള ഒരു ഘട്ടത്തിൽ നമ്മൾ വളരെ വിദഗ്ധമായി മുന്നേറുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കടമ. ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അഗ്നിതയാണ്. അത് മഹാഭാരതത്തിലെ ധർമ്മപുത്രരുടെ അടുത്ത് യക്ഷൻ ചോദിക്കുന്നുണ്ട്, ഈ ലോകം മുഴുവൻ എന്ത് നിറഞ്ഞു നിൽക്കുന്നു? അപ്പൊ ധർമ്മപുത്ര മറുപടി അഗ്നിത. മഹാഭാരതത്തിൽ തന്നെ വിതുരർ പറയുന്നുണ്ട്, ഈ ലോകം മുഴുവൻ
പിന്നെ അന്ധത നിറഞ്ഞു, ഇരുട്ട് നിറഞ്ഞു. ഇത് അന്ധതാ മിശ്രമം നരകമാണ്. സത്യമല്ലേ? നരകം, നരകമാക്കി ആൾക്കാർ ഈ ഭൂമിയിലെ ജീവിതം ദുസ്സഹമാക്കി നരകമാക്കി. അതിനാർക്കും തടയാൻ സാധിക്കില്ല. കുറച്ച് അറിവ് കൊടുത്തിട്ട് തടയാൻ നടക്കില്ല. ഇനിയും യുദ്ധങ്ങളൊക്കെ ഉണ്ടാവും. പരസ്പരം സ്വന്തം സഹോദരന്മാരെ തന്നെ അറിയാത്ത ആൾക്കാര്, പരസ്പരം ആരോ അറിയാത്ത ആൾക്കാര്, രാജ്യക്കാര്, സ്ഥലത്തിന്റെ പേരിൽ അല്ലെങ്കിൽ എന്തിന്റെയൊക്കെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ പരസ്പരം ഏറ്റുമുട്ടി വരും. സ്വത്ത് കൈക്കലാക്കാൻ നോക്കും. കലിയുഗത്തിൽ മറ്റുള്ളവരെ സ്വത്ത് പിടിച്ചടക്കാൻ, കൈക്കലാക്കാൻ എല്ലാവരും പരസ്പരം ശ്രമിക്കും. അങ്ങനെ ഇതൊരു ദിവസം പരസ്പരം നശിപ്പിക്കും. ഈ നരകമാണ്, അന്ധതാമിശ്രമ നരകമാണ് ഈ ഭൂമി. ആ നരകത്തെ വീണ്ടും നരകമാക്കി ഇതിനെ നശിപ്പിച്ചു. അത് നമുക്ക് കാത്തിരിക്കാം. അറിവിനെ ബഹുമാനിക്കുന്നവർ വളരെ കുറവായിരിക്കും, വളരെ വളരെ കുറവാണ്. പരിഹാരമൊക്കെ ഉണ്ട്, പക്ഷെ അത് പരിഹരിക്കാൻ സമ്മതിക്കില്ല. പരിഹരിക്കാൻ ശ്രമിക്കുന്നവരെ ശത്രുക്കളായി കാണും, അവരെ ഇല്ലാണ്ടാക്കുന്നു. അതാ സംഭവിക്കുക. അപ്പോ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം ആദ്യം കെട്ടിപ്പടുക്കണമെങ്കിൽ വഴികളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കണം. ഓരോരുത്തർക്കും ചിന്തിച്ചാൽ തന്നെ അതിനുള്ള പരിഹാരം തീർച്ചയായും കണ്ടെത്താൻ സാധിക്കും. എല്ലാവർക്കും അറിയാം, പക്ഷെ ആരും അതിനെ ബഹുമാനിക്കുകയെ അതിന് താല്പര്യമില്ല. ഓരോരുത്തരും വിവിധ ആൾക്കാരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് അതിന് പിന്നാലെ ചിന്താഭാവം വിളിച്ച് നടക്കും. അത് തന്നെയാണ് പ്രോബ്ലം. എല്ലാവർക്കും ഉള്ള ആഹാരത്തിലുള്ള സൗകര്യം ഇവിടെ ഉണ്ട്, എല്ലാത്തിനും സ്ഥലമുണ്ട്, ബഹുഭൂരിപക്ഷ സ്ഥലവും ഇവിടെ വെറുതെ കിടക്കുന്നു കൃഷി ചെയ്യാൻ. അതെന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ സംവിധാനം അങ്ങനെയാണ്. 68% ബ്ലാക്ക് എനർജിയാണ്, നമ്മൾ കണ്ടിട്ടേ ഇല്ല. 27% ബ്ലാക്ക് മാറ്ററാണ്, ഇരുണ്ട ദ്രവ്യം. 5% മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിലാണ് ഈ ഗ്രഹങ്ങള്, നക്ഷത്രങ്ങള്, സൂര്യൻ, ഈ ഭൂമിയുടെ തന്നെ 3/4 വെള്ളമാണ്, നമ്മൾ കാണുന്നില്ല. പിന്നെ പീഠഭൂമികള്, മരുഭൂമികള്, പിന്നെ കാട്, മേട്, ജീവികൾ, അനേകതരം ജീവികൾ, ലക്ഷക്കണക്കിന് വർഗങ്ങളുള്ള ജീവികൾ. അതിൽ 5% കൊണ്ട് നമ്മള് ദൂരദർശനമൊക്കെ ഉപയോഗിച്ച് കാണുന്നത് ഇത് വെറും 5% കാണുന്നുള്ളൂ. ഈ 5% ചെറിയൊരു ഭാഗം പഠിച്ചിട്ടാണ് അതിൽ പണ്ഡിതൻ, സ്കോളർ, പ്രൊഫസർ, മറ്റേ ഡോക്ടറേറ്റ് ഇൻ കാക്കഡെൻറ്റിയോളജി, അങ്ങനെയൊക്കെ ആൾക്കാർ നടക്കും. നമ്മൾ വിസിബിൾ എർത്ത് വെറും 5% അങ്ങനെ മുറിവൈദ്യൻ ആളെ കൊല്ലും പറഞ്ഞ പോലെ ആളെ കൊന്നോണ്ടിരിക്കണം മുറിവൈദ്യന്മാര്. എന്തായാലും നമുക്ക് ഒരു നല്ല നാളേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമ്മൾ അതിന്റെ ഒരു പരിഹാരം എല്ലാവരും ചിന്തിക്കണം. പിന്നെ തീർച്ചയായും ഓരോരുത്തരുടെയും മനസ്സിൽ അതിന്റെ ഐഡിയകളുണ്ട്, പക്ഷെ ആരും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക്സ്.